എല്ലാവർക്കും ഡ്യൂഡീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പാൽപ്പേടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാൽപ്പേട ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ പാൽപ്പേട ഉണ്ടാക്കി എടുക്കാമെന്നാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി എന്താണെന്നാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ളത് പാൽപ്പൊടി, പഞ്ചസാര, പിന്നെ കുറച്ച് നെയ്യ്. ആദ്യം നമുക്ക് ചൂടായ ചീനച്ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചീനച്ചട്ടി എടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ തിളപ്പിച്ച പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 180 ഗ്രാം പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിലൊന്നും പിടിക്കാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഒരു 3 മിനിറ്റൊക്കെ ആയപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വന്നു. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. നമ്മുടെ പാല് നന്നായിട്ട് കുറുക്കി അങ്ങനെ നമുക്ക് ഈ പേട റെഡിയാക്കി എടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നന്നായിട്ട് നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ടിപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ കട്ടിയാവും. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര എടുത്താൽ മതിയാവും. അതുപോലെ ഇത് തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ പഞ്ചസാര മെൽറ്റായി പോവും. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കിസ്മിസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൽപ്പേട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.